ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പനിയൊക്കെ പിടിച്ച കാരണം നൈറ്റ് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അഖിലേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പനിയൊക്കെ പിടിച്ച കാരണം മുഖമൊന്നും ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ കണ്ണും പൊട്ടൊക്കെ എഴുതിയപ്പോൾ കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ മുഖം. പക്ഷെ എന്നാലും വലിയ ഉഷാറില്ല കേട്ടോ. അപ്പോൾ തുമ്മലുള്ള കാരണം ടിഷ്യൂ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ടിഷ്യൂ ഒക്കെ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ UAE എല്ലാവർക്കും ഒരുവിധം ഈ ടൈമിൽ പനിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അഖിലേട്ടനൊക്കെ നല്ല പനിയായിരുന്നു. അപ്പോൾ ഒന്നും മാറി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബോഡി പെയിനൊക്കെ ഉള്ള കാരണം ഭയങ്കര ക്ഷീണമാണ്. പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ എപ്പോഴും ഇത് ഇടുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ വാതിലൊക്കെ പൂട്ടിയിട്ട് നേരെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ പോവാണ് കേട്ടോ. അവിടേക്കാണ് അഖിലേട്ടൻ വരിക. അപ്പോൾ അതിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോണ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ലിഫ്റ്റിൽ കയറി നേരെ താഴത്ത് പോയിട്ട് ഇനി അഖിലേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അഖിലേട്ടൻ വരും. ഇത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യണത്. അഖിലേട്ടൻ അങ്ങോട്ടാണ് കേട്ടോ വരിക. ഇത് ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മളുടെ ഇവിടുത്തെ 8th ഫ്ലോറിലാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത് കേട്ടോ. അഖിലേട്ടൻ 2 സൈഡിൽ കൂടെ വരാറുണ്ട് കേട്ടോ. ഒന്ന് ആ സൈഡിൽ കൂടെയും വരും, ഒന്ന് ഇപ്പുറത്ത് കൂടെയും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡിലേക്ക് ഒരേപോലെ നോക്കിയിട്ടാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ അഖിലേട്ടൻ്റെ ബൈക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവരുടെ ബൈക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ആളെ കണ്ടില്ലെങ്കിലും അവരന്ന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. യൂസഫിൻ്റെ കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സാധാരണ ദിവസമൊക്കെ അഖിലേട്ടൻ വരുമ്പോൾ ഞാൻ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഏത് സൈഡിൽ കൂടെ വരണമെന്നൊക്കെ കൃത്യം കാണാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെന്ന് എപ്പോഴും മെനു ഒക്കെ നോക്കും. ലാസ്റ്റ് നമ്മൾ ഷവർമ അല്ലെങ്കിൽ ബർഗറാട്ടോ ഓർഡർ ചെയ്യുക. കൂടുതൽ ഇവിടുത്തെ ഷവർമയാണ് ഓർഡർ ചെയ്യാറ്. ഷവർമ എന്ന് കേൾക്കുമ്പോൾ അവിടെ ഉണ്ട് സ്റ്റോപ്പ് ആവും കേട്ടോ. പിന്നെ വേറൊരു ഫുഡിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു ഷവർമ ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ തൊണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കറക്റ്റ് കുടിക്കാറില്ല. പക്ഷേ ഇവിടുന്ന് ചായ കുടിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നേരെ നമ്മൾ റൂമിലേക്കാണ് കേട്ടോ പോണത്. റൂമിൽ പോയിട്ട് ഇനി കുറച്ച് മരുന്ന് കഴിക്കാനുണ്ട്. അതാണ് ടാസ്ക്. കെട്ടിയവനൊരു ഫാർമസിസ്റ്റ് ആയാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം പനി പിടിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവിടേക്ക് ഗുളികകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം പനിയുടെ, ചുമയുടെ, ജലദോഷത്തിൻ്റെ, തൊണ്ടവേദനയുടെ, അതേപോലെ ബോഡി പെയിൻ, പീരിയഡ് പെയിൻ, വിറ്റാമിൻ്റെ ഗുളിക, ഇതേപോലെ എല്ലാതും ഓരോ ദിവസം വെച്ചിട്ട് കൊണ്ടുവിട്ടോ. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം അറിയണ ഓരോ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവിട്ടോ. ഇത് കഴിച്ചാൽ മതി, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഫാർമസി തുടങ്ങാനുള്ള മരുന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിലായിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം എനിക്ക് ഇത് കൊണ്ടുവരണം വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം മരുന്ന് കഴിച്ചാലല്ലേ മാറുള്ളൂ. അപ്പോൾ മരുന്ന് എന്തായാലും കഴിക്കാണ്ട് പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ലല്ലോ. അപ്പം മരുന്ന് കഴിക്കാണ്ട് കിടപ്പിലായി ആരും ഉണ്ടാവില്ല നോക്കാൻ. ഇപ്പോഴാണ് കേട്ടോ അമ്മയുടെയൊക്കെ വില മനസ്സിലാവുക. കാരണം വീട്ടിലാണെങ്കിൽ ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിലും റെസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും പനിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ റെസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് പനിയാണ് എന്താണെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. വേറൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് വേണ്ടിവരും കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് ഇനി നേരെ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിലിട്ടുള്ളത് വിറ്റാമിൻ്റെ ഗുളികയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.